രാവിലെ 6 മണിക്ക് വാതിൽ തല്ലി ചവിട്ടി തുറന്ന് പോലീസുകാരിങ്ങനെ വീട്ടിലേക്ക് കയറി വരിക. ഗൃഹനാഥനെ വലിച്ചിഴച്ച് പുറത്തേക്കിടുന്നു. ഗൃഹനാഥയെ മർദ്ദിക്കുന്നു. വീടിൽ കിടന്ന കട്ടിലിൽ കിടന്ന 1 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ, ആ മോളെ ബൂട്ട് കൊണ്ട് മുഖത്ത് ചവിട്ടി കൊന്ന് കൊലപ്പെടുത്തുന്നു. നമ്മളും കിടന്നുറങ്ങുന്നവരാണ്. നമുക്കും വീടിൽ സുരക്ഷിതരാണ് എന്ന് കരുതിയാണ് നമ്മൾ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് രാജസ്ഥാനിലെ അൽവാറിൽ അതിനുള്ള ഒരു ധൈര്യം പോലീസുകാർക്ക് വന്നത്? രാജസ്ഥാനിൽ ദളിത്, മുസ്ലിം, പിന്നോക്ക വിഭാഗക്കാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാജസ്ഥാനിലെ ഗോവിഷയമാകട്ടെ, അവിടുത്തെ ഫേക്ക് എൻകൗണ്ടർ ആവട്ടെ, അവിടുത്തെ ലവ് ജിഹാദ് ആവട്ടെ, എന്തു തന്നെയാണെങ്കിലും പോലീസിന് ഇങ്ങനെ അതിക്രമിച്ചു കയറി ഒരുത്തനും ചോദിക്കില്ല. എങ്ങനെയെങ്കിലും ചത്തു തൊലഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് ബലിപ്പിക്കാൻ മാത്രം ഒരു തൻ്റെടം ഒരു പോലീസ് സന്നാഹത്തിനുണ്ടാവണമെങ്കിലേ അതൊരു ദളിത്, മുസ്ലിം, പിന്നോക്ക വിഭാഗക്കാരാവണം. അത്രമേൽ മനുഷ്യന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സ്ഥലം രാജസ്ഥാൻ. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മോഡി രാജസ്ഥാനിലെ ബൻസ്വരയിൽ വന്നിട്ടാണ് പറഞ്ഞത്, ഈ കൂട്ടർ, ഈ കീടങ്ങളെ നമ്മൾ വെച്ച് കുറിപ്പിച്ചാൽ നിങ്ങളുടെ കെട്ടുതാലി പോലും അവർ പറിച്ചുകൊണ്ടോടുമെന്ന ഹേറ്റ് സ്പീച്ച് ഈ രാജ്യത്തിൻ്റെ പ്രഥമ തലവൻ പറഞ്ഞതും രാജസ്ഥാനിലാണ്. അപ്പോൾ ഈ രാജസ്ഥാനിലുള്ള പിന്നോക്ക മുസ്ലിം വിഭാഗക്കാരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ കൊന്ന് കൊലവിളിച്ചിട്ടേ അവര് ഇറങ്ങി ഓടുകയായിരുന്നു പോലീസ് അവിടെ നിന്ന്. അപ്പോൾ ആ ഗൃഹനാഥനെ പിടിച്ചോണ്ട് പോയപ്പോൾ ഗൃഹനാഥൻ ചോദിച്ചെന്ന്, എന്താണ് എൻ്റെ കുറ്റം? നിങ്ങളൊരു സൈബർ ക്രൈം ചെയ്തിരിക്കുന്നു. ഞാനൊരു കൂലിപ്പണിക്കാരനാണ് സാർ, എന്താണ് സൈബർ ക്രൈം, എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് ആ മനുഷ്യൻ ആ പോലീസുകാരോട് ചോദിക്കുന്ന ഒരവസ്ഥ. പിന്നീട് അതൊരു തെറ്റാണെന്ന് മനസ്സിലാക്കുക. അവിടെ അൽവാറിലെ ആ കുടുംബത്തോട് ചെയ്തത് തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ആക്ച്വലി അദ്ദേഹം, ആ കൂലിപ്പണിക്കാരനായ ഗൃഹനാഥനല്ല ആ വിഷയം ചെയ്തത് എന്ന് മനസ്സിലാക്കുക. മരണപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞിനെ ചത്തു തൊലഞ്ഞതാവും എന്ന ഒരു ന്യായത്തിലായിരിക്കും പോലീസുകാർ അവിടെ നിൽക്കുന്നത്. എന്താണ് മനുഷ്യന്റെ ഒരവസ്ഥ എന്ന് പറയാതെ വയ്യ. അവിടെ ദേശീയ മാധ്യമങ്ങളെ ഈ ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ അവിടെയുള്ള മുസ്ലിം, പിന്നോക്ക, ദളിത് വിഭാഗക്കാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ മെയിൻ പ്രശ്നം? തൊഴിലില്ലായ്മയാണോ, പട്ടിണിയാണോ, ദാരിദ്ര്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ? സാർ, ഞങ്ങൾക്ക് ജീവിക്കാൻ പേടിയാവുന്നു, ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതയില്ല, ഞങ്ങളുടെ സെക്യൂരിറ്റി ത്രെട്ട്, സേഫ്റ്റി ത്രെട്ട്, ഇവിടെ നിലനിൽക്കാൻ, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ ഭയം ഞങ്ങളിങ്ങനെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനത്ത് എങ്ങനെയാണ് മനുഷ്യർ കഴിഞ്ഞുകൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഗുജറാത്തിൻ്റെ PCC ഒരു ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലെ ഒരു പ്ലാറ്റ്ഫോമിലോ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനൊരു വിഷയം നടന്നപ്പോൾ അവിടെ ആകെ സന്ദർശിച്ചത് PB മെമ്പറായ വൃന്ദ കാരാട്ട് മാത്രമാണ്. ആ കുടുംബത്തിൽ ആ അമ്മയോടൊപ്പം ചേർന്ന് നിന്ന് ആ ദുഃഖത്തിൽ പങ്കുചേരാനും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാനും ആകെ ഉണ്ടായിരുന്നത് വൃന്ദ കാരാട്ടാണ് എന്ന് നമ്മൾ ഓർക്കാതെ പോകരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അവിടെയൊക്കെ? രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിലില്ല, PCCയുടെ പോസ്റ്റിലില്ല. അപ്പോൾ ഈ മതേതരത്വം വിളമ്പുന്ന കോൺഗ്രസ് ഒക്കെ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കാണണ്ടേ. കോൺഗ്രസിനെ എതിരെ പറഞ്ഞ് ബലിപ്പിച്ച് വെക്കുന്നതല്ല, പക്ഷെ മതേതരത്വമാണ്, BJPക്കെതിരെയാണ് ഞങ്ങളുടെ മുഖ്യ ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെയൊക്കെ വലിയ പോരാട്ടം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെയാണ് സാർ കൊന്നിട്ടിരിക്കുന്നത്. ഒരു ന്യായം പോലും പറയാനില്ലാതെ, ഒരു മര്യാദയുടെ വാക്ക് പോലും പറയാനില്ലാതെ ഒരു മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഒരു മൃഗതുല്യയായി അവിടെ മരണപ്പെട്ടിരിക്കുന്നു. ഭരണകൂടത്തിനൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ പ്രതികരിക്കണ്ടേ? ഈ നാട് പ്രതികരിക്കണ്ടേ? രാജസ്ഥാനിലും വടക്കേ ഇന്ത്യയിലും നടക്കുന്ന ക്രൂരഹത്യകൾക്കെതിരെ കോൺഗ്രസ് നിങ്ങൾ സംസാരിക്കാതെ പോകുന്നത് എന്തേ?